Hi friends, welcome to my venue. അപ്പോൾ ഇന്ന് നല്ല രണ്ട് അടിപൊളി കളേഴ്സിലുള്ള മത്സ്യന്തേരിയുടെ ആണ്ടാ കൊണ്ടുവന്നേക്കണേ. അതിനകത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഓണം നമ്മൾ ഒട്ടും എടുക്കാത്ത ഒരു കളറായിരുന്നു ബോട്ടിൽ ഗ്രീൻ. ഞാൻ എപ്പോഴും എനിക്ക് എന്റെ ഫേവറേറ്റ് ആണ്, പക്ഷെ എനിക്ക് എന്തോ ബോട്ടിൽ ഗ്രീനിൽ ചെയ്യാൻ ഇതുവരെയും ഭയങ്കര കുറച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതും ചെയ്തേക്കണ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോക്ലേറ്റ് കളറാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഞാൻ ഇറക്കിയേക്കണ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ട്രെൻഡാണ് കേട്ടോ. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കിയേക്കണ ഓണത്തിന്റെ ഒരു കളക്ഷൻസിന്റെ ഒരു ഇതാണ് ഈ ചോക്ലേറ്റ് കളർ. അപ്പൊ ഞാൻ ഇതിന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു ചോക്ലേറ്റ് കളറിന്റെ. അപ്പൊ ഇത് രണ്ട് പാറ്റേൺസിൽ ചെയ്തിട്ടുണ്ട്. ഇത് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതേപോലെ ഒരു ക്രോഷോ ലേസ്, അത് ഈ ഒരു കളറിലോട്ട് തന്നെ ഡൈ ചെയ്ത് വെച്ചേക്കുന്ന അതേപോലെ തന്നെ ഒരു ലേസ് വീനക്കിലോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് സീക്വൻസും ത്രെഡും വെച്ച് ഫുള്ളി എംബ്രോയിഡറി വർക്കാണ്, ഹാൻഡ് വർക്കാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ സൈഡിലോട്ട് നമ്മൾ ഇതുപോലെ ഒരു ലേസ് പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഒന്ന് അയൺ ചെയ്തിട്ടില്ല കേട്ടോ, സ്റ്റീം അയണിങ് പ്രോപ്പർ ആയിട്ടുള്ള, അതുകൊണ്ടാണ്. പിന്നെ സ്ലീവിന്റെ എൻഡിലും നമ്മൾ ആ ഒരു സെയിം നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് ഇതുണ്ട്, എന്ത് ഭംഗിയാന്നൊക്കെ കളറിലോട്ട് ആ സെയിം കളറിലോട്ട് നമ്മൾ ഡൈ ചെയ്തിട്ട് അതേ കളറാക്കിയേക്കുന്നത് കേട്ടോ. ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ തന്നെ സോഫ്റ്റ് മൽച്ചന്തേരി ഫാബ്രിക്കിലോട്ട് വൺ സൈഡ് ഇതേപോലെ ഈ ഒരു ലേസ് പാറ്റേൺ ഇതും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സ്മൂത്ത് ആണ്. ഓൾ ഓവർ നിങ്ങൾക്ക് കാണാമോന്ന് അറിയില്ല, ഒരു സീക്വൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ രണ്ട് ടാസിൽസും അതിന്റെ എൻഡിൽ വെച്ചിട്ടുണ്ട്. ഈ എൻഡ് ഒരു സ്കാലപ്പും ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ എൻഡിലോട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ, വലിയ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എൻഡ് മാത്രമല്ല കേട്ടോ, ഞാൻ വിട്ടുപോയി, ഈ എൻഡിലും ഉണ്ട് ഇതുപോലെ സ്കാൽപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ്. എന്നിട്ട് ചെറിയൊരു ഗ്യാദേഴ്സ് ആയിട്ടാണ് ഇതിന്റെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ആർക്കും ഒരു ഡൗട്ടും വേണ്ട, ഒരു വണ്ണവും തോന്നൂല കേട്ടോ. നമുക്ക് ഈ പ്ലീറ്റ്സും ഗ്യാദേഴ്സും ഒന്നും അങ്ങനെ, അത് മേലേന്ന് കൊടുക്കുന്ന ആ ഒരു പ്ലീറ്റ്സിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ഭയങ്കര തടി തോന്നും എന്നുള്ളത്. ഇപ്പൊ എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിന്റെ തന്നെ ബോട്ടം സെയിം കളറിലുള്ള സാൻഡൂണിന്റെ ബോട്ടം ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ടോപ്പ് ഓൺലി, ടോപ്പ് ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, കാരണം എല്ലാവരും ബോട്ടം അന്വേഷിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്ത കളറാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ബോട്ടിൽ ഗ്രീൻ കളർ. ഇത് കണ്ടോ, ഇതാണ് അതിന്റെ കളർ. സെയിം ആ ഒരു കളറിലോട്ട് തന്നെ ക്രോഷോ ലേസ് ഇതേപോലെ തന്നെ ആ കളറിലായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു സ്കാപ്പ് വർക്ക് ചെയ്തിട്ട്, ഫുള്ളി ചെറിയ ബീഡ്സ് സിൽവർ കളർ വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഫുൾ ഹാൻഡ് വർക്ക് ആണ്. ഇതുപോലെ ആ ലേസ് പാറ്റേൺ ഇതിന്റെ എൻഡ് വരയ്ക്കും കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡിൽ കൂടെ കണ്ടോ. അത് നമ്മൾ അയൺ ചെയ്ത് ഇതാക്കുമ്പോൾ കറക്റ്റ് നിന്നോളും. അതിന്റെ ദുപ്പട്ട ഇതേപോലെ തന്നെ ഈ ഒരു ലേസ് പാറ്റേൺ വെച്ചിട്ടുള്ള ദുപ്പട്ടയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കളറും കൂടെ വേറെ ഇത് കാണിച്ചു തരാം. അപ്പൊ ബോട്ടിൽ ഗ്രീൻ കളർ ഇതേപോലെ ആട്ടോ, നല്ല ഗ്രീൻ കളറാട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഒത്തിരി പേര് ബോട്ടിൽ ഗ്രീനിലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണാവോ നമ്മൾ എടുക്കുന്നതിൽ അങ്ങനെ അത് കുറവായിരുന്നു. ഇപ്പൊ ഇതാ നല്ല അടിപൊളി, അതും ഈ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഇതുപോലെ വീനക്ക് വെച്ച് ഇതേപോലെ. ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് നമ്മളിത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ശരിക്കും ഒരു മൊഡാൽ സിൽക്കിന്റെ ഒരു ഫ്ലോ ഇത് കണ്ടോ, ഇത്രയും ഒരു മൽച്ചന്തേരി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെ ചെയ്തേക്കുന്നത്. ഇതിന്റെ നേരത്തെ ഞാൻ വേറെ ഇതിന്റെ കളർ കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു കളറിലോട്ട് ഇതിന്റെ സെയിം വർക്ക് തന്നെ ആ ഒരു നിങ്ങൾ കണ്ടോ, ഇതിന്റെ ഉള്ളിലോട്ട് ആ ത്രെഡിലോട്ട് വരെ ആ ഒരു ചോക്ലേറ്റ് കളറിന്റെ മിക്സ് ചെയ്ത് ആ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്ലീവ് ഇതേപോലെ ഈ ഒരു എല്ലാം തന്നെ ബാക്ക് സൈഡ് ഇതേപോലെ പ്ലെയിൻ വരും. ഇങ്ങനെ ഇടാം. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഒക്കെ വെച്ചിട്ട് ബാക്ക് ഇതേപോലെ കുറച്ച് പലാസോ ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നല്ല ലൂസായിട്ട്, അതായത് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും ക്രേപ്പ് ലൈനിങ് പറ്റൂല, കോട്ടൺ തന്നെ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കും. ഇതിന്റെ ലൈനിങ് കൊടുത്തേക്കുന്നത് വരെയും ഏറ്റവും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഈ കോറാക്കോട്ട ലൈനിങ് ഇല്ലേ, ഇത് കണ്ടോ, ഇതുപോലത്തെ ഈ ഒരു ലൈനിങ് ആണ് സോഫ്റ്റ് ആയിട്ട് സെയിം ഈ കളറിലേക്ക് തന്നെ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ, കാരണം ഈ സാൻഡൂൺ ഈ ബോട്ടം ഒക്കെ നമ്മൾ ഈ കളറിലോട്ട് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ 1 വീക്കിൽ ഡെസ്പാച്ച് ചെയ്യാൻ റെഡിയാണ് പീസുകൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്